വിളിച്ചപ്പോ അയാൾ തന്നെ എടുത്തത്? പിന്നെ ഉച്ചയ്ക്ക് വിളിച്ചപ്പോ ഒരു പെൺകുട്ടി, സെക്രട്ടറിയോ മറ്റോ, ഈവനിങ്ങിൽ താജിലെ റെസ്റ്റോറന്റിൽ കാണാന്ന് പറഞ്ഞു. ആള് ഭയങ്കര ബിസിയാണത്ര. എന്തോ എനിക്കിപ്പോഴും സംശയം വിടുന്നില്ല. നീ ആ നമ്പർ ഡയറക്ടറിയിൽ നോക്കിയോ? നോക്കിന്നേ, തരകൻസ് കൺസ്ട്രക്ഷന്റെ നമ്പർ അത് തന്നെയാണ്. എന്തായാലും ഈ പ്രാവശ്യം കൂടി നമുക്കൊന്ന് നോക്കാം. എനിക്ക് മനസ്സിലാവാത്തത് നിന്റെ ഈ ക്യൂരിയോസിറ്റിയാ. ഇതിങ്ങനെ കയറി ഡെവലപ്പായ നല്ല സ്റ്റൈല റൊമാൻസിന് വകയുണ്ട്. ഏയ്, ഇത് നന്ദയാ. ഒരു എന്താ ഇപ്പൊ പറയാ, ആരാ എന്താന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ അതുണ്ട്. അത്രയും മാത്രം. എന്തായാലും കക്ഷി കൊള്ളാം. നിന്നെ ശരിക്കും ഇട്ട് കറക്കില്ലേ? റിസപ്ഷനിൽ ചോദിച്ചാലോ? അതാ നല്ലത്. ചിലപ്പോ ഏൽപ്പിച്ചു കാണും. നീ ഇരിക്കാം. ഹലോ ഡോക്ടർ. ഹലോ. എന്താ ഇവിടെ? വെറുതെ ഒരാളെ കാണാൻ. മനസ്സിലായില്ല? പക്ഷെ എനിക്ക് മനസ്സിലായി. നിങ്ങളാണോ മിസ്റ്റർ തരകൻ? മോഹൻ തരകൻ? അയ്യോ അല്ല, എന്റെ പേര് ഖൊമേനി എന്നാണ്. അയത്തുള്ള ഖൊമേനി. കേട്ട് കാണും. ആരെയാ നോക്കുന്ന? ഒരാൾ ഇങ്ങോട്ട് കയറി ഹെഡ് ചെയ്തു. മനസ്സിൽ മുഴുവൻ ആ മനുഷ്യനായതുകൊണ്ട് ഞാൻ ചോദിച്ചു തരകനാണോന്ന്. അല്ലാന്ന് പറഞ്ഞെങ്കിലും അയാള്... അത് കള, നമ്മുടെ കക്ഷി റൂമിലുണ്ട്. ലൈൻ ബിസി ആയതുകൊണ്ട് റിസപ്ഷനിൽ നിന്ന് വിളിക്കാന്ന് പറഞ്ഞു. റൂമിലുണ്ടെന്ന് പറഞ്ഞോ? അതേനെ. അങ്ങനെ നമ്മൾ അയാളെ വിശദമായി മീറ്റ് ചെയ്യാൻ പോകുന്നു. മിസ്റ്റർ മോഹൻ തരകൻ. യെസ്, മോഹൻ തരകൻ ഹിയർ. കണക്ട് മീ പ്ലീസ്. ഹലോ ഹലോ, അപ്പച്ചനാന്നോ? ഞാനാ മോഹനാ. അതെ, ബാംഗ്ലൂരിൽ നിന്നാ. അപ്പച്ചോ, തോമസ് ഊട്ടിയുടെ കൊടുത്തയക്കാന്ന് പറഞ്ഞ കാശ് വന്നില്ലല്ലോ. ഇച്ചിരി ടൈറ്റാ. എപ്പോ ലൂസാകുന്നു? അപ്പച്ചൻ എന്തിനാ അങ്ങനെ പേടിക്കുന്നേ? വൈകാതെയാണെങ്കിൽ എത്തിച്ചേക്കാന്നേ. ഇതെന്നാ പറച്ചില്ല? വാക്കാന്നേ. അമ്മച്ചിയുടെ കയ്യിലോട്ട് കൊടുത്താട്ടെ. സുഖാ അമ്മച്ചി. 4 പേര് കഴിഞ്ഞ് പോയോ? എന്താ വത്സമ്മ വന്നിട്ടുണ്ടോ? അതും പേരാ? നടക്കട്ടെ നടക്കട്ടെ. പിന്നെ അളിമാരൊക്കെ ഇങ്ങോട്ടൊന്നും പറഞ്ഞ് അയച്ചേക്കല്ലേ. പിന്നെ അപ്പച്ചനോട് കട്ടായി. വല്ല മാർവാടിയായിട്ടുള്ള ഇടപാടാ നല്ലത്. അപ്പനാന്ന് പറഞ്ഞിട്ടെന്താ, കാശിന്റെ കാര്യത്തിൽ മഹാ കഞ്ചൂസാ. അപ്പൊ ഐസക്ക് എന്താ പറഞ്ഞേ? അതിന് എന്നെ ഒന്നും പറയാൻ അനുവദിച്ചില്ലല്ലോ. ഐസക്കേ, ഒരു മിനിറ്റ്. ഹലോ, ഞാൻ നന്ദയാണ്. പിടി കിട്ടിയില്ല കേട്ടോ. വേണ്ട, ശബ്ദം മാറ്റി ഇനി എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ താഴെ റിസപ്ഷനിൽ നിന്നാ സംസാരിക്കുന്നത്. ഇതേതായി കൊച്ച്? നിങ്ങൾ ആരാ? ഏത് മുറിയാ വേണ്ടിയേ? എന്നതാന്ന് വെച്ചാ തെളിച്ചു പറ. നിങ്ങൾ ആ നെഗറ്റീവ് കൊണ്ട് താഴെ വരണം മിസ്റ്റർ. ഹലോ ഹലോ ഹലോ. വെച്ചോ. ഇതെന്താ കേസ് കേട്ടാ? നെഗറ്റീവോ? എന്താ? ആരാ വിളിച്ചേ? എന്താ ഐസക്കെ, എന്നാന്നറിയത്തില്ല. ഒരു പെങ്കൊച്ച വിളിച്ചേച്ച് ഏതാണ്ട് നെഗറ്റീവോ. നില്ലേ, ഞാനത് പോയി നോക്കിച്ചു വരാം. ഇതിനാണ് എങ്ങോട്ടാ മുങ്ങിയത്? എവിടെ പോകുന്നു? റിസപ്ഷൻ വരെ. എന്ത് കുരിശാന്നു. ഒരു പെങ്കൊച്ച വിളിച്ചേച്ച് എന്തോ നെഗറ്റീവ് കൊണ്ട് ഇല്ലാൻ പറഞ്ഞു. അവക്ക് എന്തോ ഒരു അസുഖം നോക്കട്ടെ. അല്ലേ അല്ലേ അല്ലേ. ആരാ സുനിലെ എന്നൊരു പെങ്കൊച്ച വിളിച്ചത്? ഇവരാ സാർ. ഞാനാണ് മോഹൻ തരകൻ. സഹോദരിക്കാണോ എന്തോ നെഗറ്റീവ് വേണമെന്ന് പറഞ്ഞത്? അല്ല, സോറി സർ, ഐ മേഡ് എ മിസ്റ്റേക്ക്. എനിക്ക് ആളെ തെറ്റി. സോറി, ഐ എം റിയലി സോറി. അത് വലിയ സൗകര്യമാണല്ലോ. ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു വാക്കുള്ളതുകൊണ്ട്. മനുഷ്യനാണെങ്കിൽ ആ ടെൻഷൻ പുറത്ത് നിൽക്കുമ്പോഴാ. കണ്ടിട്ട് വലിയ അസുഖമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. സോറി മാഡം, ഇതൊന്ന് ഏൽപ്പിക്കാൻ വേണ്ടി കുറെ നേരമായിട്ട് കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ. എന്താ? 2 റോൾ നെഗറ്റീവാ. ആര് തന്നു അത്? അയാളുടെ പേരെനിക്കറിയില്ല. പലരും പല പേരിലാ വിളിക്കണേ. അല്ലെങ്കിൽ എന്തിനാ ഇപ്പൊ സ്ഥിരമായിട്ടൊരു പേര് അല്ലേ? നിങ്ങളിത് വാങ്ങും. എനിക്കൊരുപാട് ജോലി വേറെയുണ്ട്. ഇല്ല, നിങ്ങളിത് ഏൽപ്പിച്ചത് ആരാണെന്ന് അറിയാതെ എനിക്കിത് വേണ്ട. എന്താ പറയാ, നിങ്ങൾ എന്നെ ധർമ്മസങ്കടത്തിലാക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം. അയാൾക്ക് സിറ്റിയിലൊരു റെസ്റ്റോറന്റ് ഉണ്ട്. ആളൊരു വിചിത്ര സ്വഭാവിയാ. എനിക്കറിയോ. ഞാൻ വരട്ടെ, ഞാനൊരുപാടായി.
കണ്ടോൺമെന്റ് റോഡിലുള്ള ഗംഗോത്രി, അതാ റെസ്റ്റോറന്റിന്റെ പേര്. ഞാൻ വരട്ടെ. പോന്നോ? ഇനി ആ റെസ്റ്റോറന്റ് നടത്തുന്ന ആളിന്റെ വായിന്നൂടെ വല്ലതും കേട്ട് കഴിഞ്ഞാൽ സമാധാനത്തോടെ വീട്ടിലേക്ക് പോവാലോ. അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും ഡയറക്റ്റ് ചെയ്യുന്ന പുതിയൊരു കഥാപാത്രം, പിന്നെ അയാളെ തേടിപ്പോ. ഇല്ല, എന്റെ മനസ്സ് പറയുന്നു അവിടെ അയാളുണ്ടാവും. ഒരു തവണ കൂടി പ്ലീസ് വിമല. ഞാൻ വരാം, പക്ഷേ ഒരു ചോദ്യത്തിനും കൂടി എനിക്ക് ഉത്തരം കിട്ടണം. സത്യം പറയും, ഇത്രയൊക്കെ ഇട്ട് കറക്കിയിട്ടും അയാളെ കാണണം, ആരാണെന്ന് അറിയണമെന്നുള്ള വാശി എന്താ കാര്യം? പിടിതരാതെ ഒഴിഞ്ഞു മാറുമ്പോ, പുറകെ ഓടി തളരുമ്പോ എനിക്ക് പിന്തിരിയാനല്ല തോന്നുന്നത്. മാരീജന്റെ കഥയുണ്ട്. മാനായി വന്ന് സീതയെ വഞ്ചിച്ചു. അറിയോ അത്? നോക്കാം. Can I help you? आप क्या लेंगे? എന്താ സോഫ്റ്റ് ഡ്രിങ്ക്സ് വല്ലതും? ഓഹോ, മലയാളികളാണല്ലേ. നല്ല ഒന്നാം തരം ഫ്രഷ് ജ്യൂസ് ഉണ്ട്, എടുക്കട്ടെ. ഓക്കെ. ആരാ ഇതിന്റെ ഓണർ? ഹസൻ, ഹസൻ ബായ് എന്ന് വിളിക്കും. എന്താ മാഡം, ഒരു മുസ്ലിമിന്റെ റെസ്റ്റോറന്റിന് എങ്ങനെ ഗംഗോത്രി എന്ന് പേര് വന്നു എന്നാണോ? ഇസ്ലാം ഹസന് മതമാണ്, സർവശക്തനായ ദൈവത്തെങ്കിലേക്ക് എത്താനുള്ള മാർഗം. പക്ഷേ ഭാരതം അതിരിക്കട്ടെ, ഈ ഹസൻ ബായ് ഒന്ന് കാണാൻ പറ്റുമോ? അത് ഞാൻ തന്നെയാണ്. മുസാമ്പി ആകാം, അല്ലെങ്കിൽ ആപ്പിളുണ്ട്. ഒരു മിനിറ്റ് നോക്കട്ടെ, ഏതാ നല്ല പഴവിരിക്കുന്നത്. നന്ദ, എന്താ ഇത്? ഡോണ്ട് ബി സില്ലി. അയാൾ എന്തിനാ വിമല എത്ര ക്രൂവലാവുന്നത്? എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? നന്ദ, നീ ഇങ്ങനെ സെൻസിറ്റീവ് ആയാലോ? അല്ല, പോവാണോ? ജ്യൂസ് റെഡിയാവുന്നു. നിങ്ങൾ അയാളുടെ ആളാണ്, എല്ലാരും ചേർന്ന് എന്നെ വിഡ്ഢിയാക്കാണ്. ഞാൻ എന്ത് തെറ്റാ ചെയ്തത് നിങ്ങളോടെല്ലാം? അയാളെ കാണുമ്പോ പറഞ്ഞേക്കൂ, എല്ലാം ഭംഗിയായിരുന്നു, അയാൾ ഉദ്ദേശിച്ച പോലെ ഞാൻ തോറ്റുന്നു. പക്ഷെ ഇനിയില്ല, ഇനിയും പുറകെ അലഞ്ഞു തിരിയാൻ എനിക്ക് വയ്യ. ഇപ്പൊ എന്താ, അയാളെ കാണണോ? വേണ്ട, എനിക്ക് കാണണ്ട. കാണണം, കണ്ടേ പറ്റൂ. അത് ഈശ്വര നിശ്ചയമാണ് മോളെ. എനിക്ക് കിട്ടിയ വേഷം വളരെ ചെറുതായിരുന്നു, പക്ഷേ എല്ലാ നിർദ്ദേശങ്ങളും തെറ്റിച്ച് ഞാൻ ഈ നാടകം അവസാനിപ്പിക്കാൻ പോവാ. എനിക്കറിയാം അവനിപ്പോ എവിടെയുണ്ടെന്ന്. ഉള്ളത് പോലെ പറയാൻ ഞാൻ മടിക്കത്തില്ല. ഞാനിപ്പോ ഇട്ടിരിക്കുന്നത് സൂട്ടാ, കഴിക്കുന്നത് സ്കോച്ചാ. ഇതൊന്നും എന്റെ അപ്പൻ പ്ലാമൂട്ടി പൈലിത്തറയന്റെ സ്വത്ത് വിറ്റിട്ടുള്ള ഷൈനിങ് അല്ല. തരകൻസ് കൺസ്ട്രക്ഷൻസ് ഇന്ന് ബാംഗ്ലൂരിൽ നമ്പർ 1. എന്റെ സ്റ്റാഫിന്റെ ആത്മാർത്ഥമായ സഹകരണമാണ് എന്റെ ഈ കമ്പനിയെ ഇന്ന് ഈ നിലയെത്തിച്ചത്. ഈ നിൽക്കുന്ന മേസ്തിരി മാധവേട്ടനറിയാം ഞാൻ എങ്ങനെയാ തുടങ്ങിയതെന്ന്. പിന്നെ ദൈവം തമ്പുരാൻ എനിക്ക് കൊടുത്തൊരു നിധിയുണ്ട്. ബാക്ക് ബോൺ ഓഫ് ദ ഫേം, ദ മെയിൻ അട്രാക്ഷൻ ഓഫ് ദ ഫേം, എന്റെ ചീഫ് ആർക്കിടെക്ട്, എന്റെ സ്വന്തം സഹോദരൻ. എവിടെ എവിടെ? ഈ മനുഷ്യനാണ് എന്റെ ക്യാപിറ്റൽ, എ പ്രോഡക്റ്റ് ഓഫ് MIT അമേരിക്ക. എവിടെ ഡ്രിങ്ക്? ഡ്രിങ്ക് എവിടെ? Thank you. Friends, I am Narendran. Cheers. Drinking for the first time. Using one finger, support of the thumb. One jug. One sip. One dot. One mush. And one whistle. I am Narendran. Drink. തെറ്റൊന്നായില്ലല്ലോ ഒന്ന് പൊട്ടിച്ചത്. അത്രയ്ക്ക് മനുഷ്യനായിട്ട് വട്ട് കളിപ്പിച്ചില്ലേ? ഇത്ര കുസൃതി പാടില്ല. എന്നിട്ടൊരു ചിരിയും.
അപ്പോഴാ എന്റെ ടെമ്പർ ലൂസായ. ഹലോ, കൊറേ നേരം ആയല്ലോ ഈ പിറുപിറുപ്പ് തുടങ്ങിയിട്ട്. ലൈറ്റ് അണച്ചിട്ട് വന്നിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? പറഞ്ഞൊന്നും കേട്ടില്ല, പക്ഷെ രോഗം മനസ്സിലായി. ഇനി അയാൾ വരുമോ എന്റെ മുമ്പില്? പുതിയ നമ്പേഴ്സ് വല്ലതും ഇറക്കും ചിലപ്പോ. ഏയ്, എനിക്ക് തോന്നുന്നില്ല. ഉം. നോക്കാം.